മോദി ഭരണത്തിൽ അടച്ചുപൂട്ടൽ മഹോത്സവമാണ്. അമ്പലങ്ങൾ തുറക്കുമ്പോൾ BJP രാജ്യത്തിന് ആവശ്യമായവയെ അടച്ചുപൂട്ടുന്നു, അല്ലെങ്കിൽ അവയെ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ തിരിഞ്ഞു നോക്കാതിരിക്കുകയോ ഇരിക്കുന്നു. പോളിയോയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ മുൻപന്തിയിലായിരുന്ന ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിലെ BBCOL ഫാക്ടറി 2022 ഡിസംബറിന് ശേഷം ഒരു വാക്സിൻ പോലും നിർമ്മിച്ചിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടിന് പിന്നാലെ ജയറാം രമേശ് പങ്കുവയ്ക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് കാർഷിക കാലാവസ്ഥ യൂണിറ്റുകൾ അടച്ചുപൂട്ടിയ റിപ്പോർട്ട്. കർഷകർ, തൊഴിലാളികൾ എന്നിങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കേന്ദ്ര സ്ഥാപനങ്ങൾ ഇന്ന് മാറാലിയും ചിതലും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കാനോ സജീവമാക്കാനോ ഏമാന്മാർക്ക് നേരമില്ല. ഈ വർഷം മാർച്ചിൽ 199 ജില്ലാ കാർഷിക കാലാവസ്ഥ ഉപദേശക ഓഫീസുകൾ അടച്ചുപൂട്ടിയെന്നും അവയുടെ സ്വകാര്യവൽക്കരണത്തിന് ശ്രമിച്ചു എന്നും ഇതിൽ ന്യായീകരണം ചമയ്ക്കാൻ നീതി ആയോഗ് തങ്ങൾക്കുള്ള പങ്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും കാണിച്ചുകൊണ്ടാണ് ജയറാം രമേശ് ഈ വിവരം പുറത്തുവിട്ടത്. തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു റിപ്പോർട്ടുകൾ സഹിതം അദ്ദേഹം പങ്കുവച്ചത്. ജില്ലാ അഗ്രോമെറ്റ് സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കുവാനും അതുവഴി ധനസമ്പാദനം നടത്തുവാനും നിർദ്ദേശിച്ചത് നീതി ആയോഗാണെന്ന വിവരാവകാശ രേഖകളിലൂടെ വെളിപ്പെടുന്നതായും ജയറാം രമേശ് പറഞ്ഞു. എല്ലാ കർഷകർക്കും ബ്ലോക്ക് തലത്തിൽ സൗജന്യ കാലാവസ്ഥ ഉപദേശക സേവനങ്ങളും വിതയ്ക്കൽ, രാസവളങ്ങളുടെ ഉപയോഗം, വിളവെടുപ്പ്, വിള സംഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും നൽകുന്നതായിരുന്നു ഈ അഗ്രോമെറ്റ് യൂണിറ്റുകൾ. ഈ യൂണിറ്റുകളുടെ ബജറ്റ് വിഹിതം പ്രതിവർഷം 45 കോടി രൂപ മാത്രമായിരിക്കുമ്പോൾ തന്നെ 15,000 കോടി രൂപയോളം നേട്ടം ഇതിൽ നിന്നും ലഭിച്ചിരുന്നതായും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതേസമയം അടച്ചുപൂട്ടലിനെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ഗുജറാത്ത് ആസ്ഥാനമുള്ള അസോസിയേഷൻ ഓഫ് അഗ്രോ മെറ്ററോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന പങ്കാളികളും എതിർത്തതായും അദ്ദേഹം പറഞ്ഞു. നീതി ആയോഗിന്റെ വഞ്ചനാപരമായ തീരുമാനങ്ങളുടെയും മോശം തീരുമാനങ്ങൾ നേരിടുമ്പോൾ സർക്കാരിനെതിരെ നിലകൊള്ളുവാനുള്ള ധൈര്യമില്ലായ്മയുടെയും കഴിഞ്ഞ 10 വർഷമായി അജൈവ പ്രധാനമന്ത്രിയുടെ വെറും ഡ്രീം ബിറ്റുകളും ചെയർ ലീഡറും എന്ന നിലയിലുള്ള അതിന്റെ പങ്കിനെയും ദൃഷ്ടാന്തമാണിതെന്നും ജയറാം രമേശ് തുറന്നടിച്ചു. അങ്ങനെ ഓരോ റിപ്പോർട്ടുകളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ നെഞ്ചിൽ തീക്കനലുമായി മോദി താക്കോൽ അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ഈ തുറന്നു പറച്ചിലുകൾക്ക് മറുപടിയായിട്ടെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ഏതേലും ഒന്ന് കാണിക്കണ്ടേ? വാക്സിൻ നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടി ആരോഗ്യ മേഖലയെ തകർത്തു, ഇതായപ്പോൾ കാർഷിക മേഖലയെയും തകർത്തു. എന്തും തരിപ്പണമാക്കുവാനുള്ള ഭരണം എന്തായാലും കൊള്ളാം.